അവരെന്തോ ചെയ്യും, ടെമ്പററി ആയിട്ട് ഇന്ത്യക്ക് കൊടുക്കേണ്ട പല ടെക്നോളജിയും പല ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി ഒക്കെ എഴുതിയിട്ടുണ്ട്. ISRO അത് ഇത് ചള്ളചാവർ സംഭവത്തിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇതങ്ങ് ഹസ്ബൻഡ് ചെയ്യും. കാരണം ഇന്ത്യ പിന്മാറണം, ക്രൂഡ് വാങ്ങരുത്. അതേപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചോളൂ. ഇന്ത്യൻ എയർക്രാഫ്റ്റുകളുണ്ട്. അതൊന്നില്ലെങ്കിൽ ബോയിങ് അല്ലെങ്കിൽ എയർബസ്. വേറൊരു കമ്പനിയിൽ നിന്ന് ഇന്ത്യ ഇന്ത്യൻ പാസഞ്ചേഴ്സ്, അതായത് ഏവിയേഷൻ കമ്പനികൾ വേറൊന്നും ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. ബോയിങ്ങും അതേപോലെ എയർബസും മാത്രമേ ഉള്ളൂ. അതിന് സ്ഥിരമായിട്ട് സ്പെയർ പാർട്സ് വേണം. ഇപ്പം എയർബസിൻ്റെ പല കമ്പനികൾ അതിൻ്റെ ഇഞ്ചിൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഉണ്ടാക്കിയത്. പല ഇഞ്ചിനുകളും ഈ പറയുന്ന അമേരിക്ക, അവിടുന്ന് സ്പെയർ പാർട്സ് ഒക്കെ തരാം. അവർ പറഞ്ഞാലേ സ്പെയർ പാർട്സ് തരത്തുള്ളൂ. ഇത് യൂറോപ്പും കൂടെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ആലോചിക്കുക, ഇന്ത്യയുടെ ഏവിയേഷൻ സെക്ടർ ഡൗൺ ആയി പോവും. ഒന്നാമത് ഗോ എയർ, സ്പൈസ് ജെറ്റ്, നേരത്തെ ജെറ്റ് എയർവേസ്. ഇപ്പം ആകെ ആക്റ്റീവായിട്ടുള്ളത് ഇൻഡിഗോയും എയർ ഇന്ത്യയും, പിന്നീട് അക്കാസ്, അത് കുറച്ച് എയർക്രാഫ്റ്റേ ഉള്ളവർക്ക്. അത്രയേ ഉള്ളൂ. അതായത് ഇന്ത്യയുടെ ഏവിയേഷൻ്റെ വെറുതിരുന്നങ്ങ് പോകും. ഇത് സ്പെയർ പാർട്സ് വേണ്ടായോ? അതും കൂടെ അങ്ങ് നിർത്തും, ടെമ്പററി ആയിട്ട് അങ്ങ് നിർത്തും.